Morning everyone, myself David Storm and joining me today here is Mr. Ashin Tongani. Today we will be doing a class on nature of law of contract. അതായത് കോൺട്രാക്ട് ലോയിൽ അല്ലാതെ ബാക്കി ലോകൾ ഇപ്പോൾ IPC എടുക്കുക അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എടുക്കുക, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ലോകൾ കോൺട്രാക്ട് നമ്മളിൽ വരുന്ന ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. എന്താണ് മെയിൻ വ്യത്യാസം? ബാക്കി IPC ഇന്ത്യൻ പീനൽ കോഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മർഡർ പ്രൊഹിബിറ്റ് ചെയ്തേക്കുക. ഫോർ എക്സാമ്പിൾ ആഷിക്ക് എന്നെ കൊല്ലല്, ആഷിക്ക് ഓക്കെ ഞാൻ എന്നെ കൊല്ലത്തില്ല, അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല. അത് നമ്മുടെ സിറ്റിസൺസ് എന്ന നിലയിൽ നമുക്കുള്ളൊരു ഡ്യൂട്ടിയാണ്. പൊതുവെ ലോകളിലെല്ലാം പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന റൈറ്റ്സും ഉണ്ട്, ഇന്ന ഡ്യൂട്ടീസും ഉണ്ട്. അത് നിങ്ങൾ എല്ലാം ഫോളോ ചെയ്തേ പറ്റും. അതേസമയം നമ്മൾ ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ആഷിക്കിന് ബുക്ക് 20 രൂപയ്ക്ക് കൊടുക്കാം, ആഷിക്ക് എനിക്ക് 20 രൂപയ്ക്ക് ഈ ബുക്ക് മേടിക്കണം എന്നുള്ളൊരു കോൺട്രാക്ട് ഫോം ചെയ്യാമെന്ന് വെച്ചോ. ഞങ്ങൾ അവിടെ ഒരു അഗ്രിമെൻറ്റിൽ എത്തിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ബുക്ക് ആശയം കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. അതേസമയം ഞങ്ങളിപ്പോൾ സംസാരിച്ചിട്ടില്ലെന്ന് വെച്ചോ, ഈ ബുക്ക് എൻ്റെ ഇതിനെ അപ്രൂവ് ചെയ്യും. പക്ഷേ അല്ലാത്ത ലോകൾ എടുക്കുകയാണെങ്കിലും ബാക്കി ലെജിസ്ലേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അങ്ങനെയല്ല. നമുക്ക് വേണേൽ ഫോളോ ചെയ്യാം, അല്ല അഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യാനില്ല, അത് ഫോളോ ചെയ്തേ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡിസ്കഷനാണ്. ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന അഗ്രിമെൻ്റ് അനുസരിച്ചാണ് എങ്ങനെയാണ് ലോ, എന്താണ് ടേംസ് കണ്ടീഷൻ, ലീഗലാണോ അതോ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതൊക്കെയുള്ള ഫാക്ടറിലോട്ടേക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ്സ് നോക്കുമ്പോൾ, അതായത് നേച്ചർ ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റിൽ കോൺട്രാക്ട് എന്താണെന്ന് നമുക്കറിയാം. കോൺട്രാക്ട് ഒരു സോഴ്സ് ഓഫ് റൈറ്റ് ആണ്. നമുക്കിപ്പം റൈറ്റ് കിട്ടണമെങ്കിൽ അതിന് പല സോഴ്സസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടാം, സ്റ്റാറ്റ്യൂട്ടറി വഴി കിട്ടാം. പിന്നെയുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് വഴി നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതിൽ 2 റൈറ്റ്സ് ഉണ്ട്. ആദ്യത്തേത് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ റം ആണ്. റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത് അതായത് ബാക്കിയുള്ളത് നമുക്ക് റൈറ്റ് തരുക വെച്ചത്. നമ്മൾ കോൺട്രാക്ടിൻ്റെ കേസിൽ നമ്മൾ ലിമിറ്റേഷൻസ് മാത്രമേ, നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമാണ് നമ്മൾ കോൺട്രാക്ടിനെ ലോ ഓഫ് കോൺട്രാക്ടിൻ്റെ പ്രത്യേകത. സോ റൈറ്റ് ടു റം, അതാണ് ഫസ്റ്റ് റൈറ്റ്. അതായത് റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഹോൾ വേൾഡ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിച്ചു, പിന്നെ ആ ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒരാൾക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല എൻ്റെ പെർമിഷൻ ഇല്ലാതെ. എന്നെയും ആ ലാപ്ടോപ്പിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു റൈറ്റ് ഉണ്ട്. അത് ലോകത്തുള്ള ആർക്കെതിരെ ആപ്ലിക്കബിൾ ആണ്, വേറെ ആർക്കും അത് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ആ ഒരു റൈറ്റിന് പറയുന്നത് പേരാണ് റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പറയുന്നത് റൈറ്റ് ഇൻ പെർസോൺ എന്ന് പറയുന്നത്. റൈറ്റ് ഇൻ പെർസോൺ എന്ന് പറയുമ്പോൾ ഇന്ന വ്യക്തിക്ക് എതിരെ മാത്രമുള്ള റൈറ്റ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനും ആശിക്കും, ഞാനൊരു ബിസിനസ് ഓണറും ആശിക്കും ഡിസ്ട്രിബ്യൂട്ടറാണ് ഇമാജിൻ ചെയ്യുക. എനിക്ക് റബ്ബർ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്, ഞാൻ ആശിക്കിൻ്റെ കയ്യിൽ നിന്ന് റബ്ബർ ഇത്ര കിലോയ്ക്ക് 100 രൂപയ്ക്ക് മേടിക്കാനുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതിപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കാരണം ചിലപ്പോൾ റബ്ബറിൻ്റെ വില 110 ആവും, ചിലപ്പോൾ അത് 90 ആവും, 80 ആവും. എങ്കിൽ പോലും ആ കോൺട്രാക്റ്റ് പ്രകാരം ഞാൻ ആശിക്കിൻ്റെ കയ്യിൽ നിന്ന് ആ റബ്ബർ ടയർ 100 രൂപയ്ക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഞാനും ആശയം തമ്മിൽ റെഡിയില്ല. അത് ഞാൻ തെറ്റിക്കുവാണെങ്കിൽ എനിക്ക് ഒരു ആശയം കേസ് ഫയൽ ചെയ്യാം. അതേസമയം ഞാൻ എബിൻ്റെ കയ്യിൽ നിന്ന് റബ്ബർ എടുക്കുമെന്ന് വെച്ചോ, 90 രൂപയ്ക്ക് റബ്ബർ എടുക്കുന്നത്. അപ്പോൾ ആശിക്കിന് പറയാൻ പറ്റില്ല, അത് പറ്റില്ല, 100 രൂപയ്ക്ക് റബ്ബർ അവന് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആശിക്കിന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം ആശിക്കും ഞാനും തമ്മിലാണ് കോൺട്രാക്ട് ഉള്ളത്. എബിനൊരു എക്സ്റ്റേണൽ പാർട്ടിയാണ്. അപ്പം ഞാൻ എബിനും തമ്മിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആശിക്കിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നുമില്ല. അവന് അതിൻ്റെ ഇടയിൽ ഒന്ന് റൈറ്റ്സ് അവകാശപ്പെടാൻ പറ്റില്ല. അതായത് റൈറ്റ് ഇൻ പെർസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇൻ റം പോലെയല്ല. റൈറ്റ് ഇൻ റം നമുക്ക് ഹോൾ വേൾഡിലുള്ള ആർക്കെതിരെയും കൊടുക്കാം. അതിലൊരു കോൺട്രാക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർക്കെതിരെ നമുക്ക് കൊടുക്കാം. ബട്ട് റൈറ്റ് ഇൻ പെർസോൺ എന്ന് പറയുന്നത് നമ്മൾ ആരാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എയ്ക്ക് ബിക്കെതിരെ, ബിക്ക് എയ്ക്കെതിരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സി എന്ന് പറഞ്ഞ ഒരാൾ പുറത്തുണ്ട്, അയാൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. എങ്കിൽ പോലും എയ്ക്കോ ബിക്കോ സിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം സിക്കെതിരെ ആർക്കും ഒരു കോൺട്രാക്റ്റ് ഇല്ല. ഇതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഞാൻ ആശിക്കിൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയ്ക്ക് റബ്ബർ എടുത്തത്, അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് 90 രൂപയ്ക്ക് എടുത്തത്. അവന് പറയാൻ പറ്റില്ല, അതിന് എൻ്റെ കയ്യിൽ 90 എടുക്കുന്നത്, നീ അവൻ്റെ അടുത്ത് 100 അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഡീല് ഞാനും ആശിക്കുന്നില്ല. അപ്പോൾ പാർട്ടികൾ, ഒരു കോൺട്രാക്റ്റിനുള്ള പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ക്ലൂസീവ്, അവർ തമ്മിൽ മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടീഷൻസ് ആണ് റൈറ്റ് ഇൻ പെർസോൺ എന്ന് പറയുന്നത്. റൈറ്റ് ഇൻ റം ആശിക്ക് പറഞ്ഞത് തന്നെ ലോകത്തിനെതിരെയാണ് നിങ്ങൾക്ക് ആ റൈറ്റ് ഉള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പക്ഷേ കോൺട്രാക്റ്റില്ല, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. അതായത് എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെന്റ് ആണ്, എന്നാൽ എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് അല്ല. അത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആകുന്നത് എങ്ങനെയാണ്? ലീഗലി ബൈൻഡ് ചെയ്ത ശേഷം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് ലീഗലി ബൈൻഡ് ചെയ്ത എഗ്രിമെന്റ്സ് ആണ്. അപ്പോൾ കോൺട്രാക്ട്സ് എല്ലാം എഗ്രിമെന്റ് ആണ്. ഈ ഒരു ടോപ്പിക് ക്ലിയർ ആണ്. പിന്നീട് വരുന്നത് എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. എന്തുകൊണ്ട് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആവുന്നില്ല? ചില എഗ്രിമെന്റ്സ് ലീഗലി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആവാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദൻ വിൽക്കാനാന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞ് 2 പാർട്ടികളും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഗ്രിമെന്റ്. ബേസിക്കലി എന്താ പറയുക, എല്ലാ വണ്ടികൾക്കും ഡോറുണ്ട്, പക്ഷെ എല്ലാ ഡോറും ഒരു വണ്ടിയല്ല. ആ ഒരു ഫിലോസഫി ഇവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ മതി.
അതെ, അതായത് എഗ്രിമെന്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ കോൺട്രാക്ട്സിലും എഗ്രിമെന്റ് ഉണ്ടാകും. ബട്ട് എഗ്രിമെന്റ് എല്ലാം കോൺട്രാക്ട് ആവണമെന്നില്ല. ലീഗലി ബൈൻഡ് ചെയ്താൽ മാത്രമേ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവൂ. ഇതാണ് നമ്മുടെ നേച്ചർ ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്. താങ്ക് യു.